ഹായ് ഗായ്സ്, വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ എല്ലാവരും കേരള റാങ്കൊക്കെ അറിഞ്ഞിട്ട് ഞാൻ റാങ്കിന് ഏത് കോഴ്സ് ഏത് കോളേജിൽ കിട്ടുന്നതൊക്കെ കുറേ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് MBBS BDS അല്ലാതെ വേറെ ഓപ്ഷൻസ് ഉണ്ട്. അലൈഡ് ഹെൽത്ത് പറഞ്ഞിട്ട് അതിൽ ഉൾപ്പെടുന്ന കോഴ്സസ് ഏതൊക്കെയാണ്, അതൊക്കെ ലാസ്റ്റ് ഇയർ ഓരോ കോളേജസിൽ ഏതൊക്കെ കാറ്റഗറിയിൽ ഏതൊക്കെ എത്ര കേരള റാങ്ക് വരെ ലാസ്റ്റ് ഇയർ കയറിയിരിക്കുന്നത് അതൊക്കെയാണ് നമ്മൾ വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങളുടെ ഇപ്പോഴത്തെ കേരള റാങ്ക് ഒരു 10,000 പ്ലസ് ഒക്കെ റേഞ്ചിലുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ ഒരു ഗവൺമെൻറ് സീറ്റിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ കോഴ്സ് വെച്ചാൽ ഫോറസ്ട്രി, ഫിഷറീസ്, വെറ്ററിനറി, കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, BAMS, BHMS, BSMS, BUMS, അഗ്രികൾച്ചർ, ബയോടെക്നോളജി. ഇത്രയും കോഴ്സസ് നിങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾക്ക് ഈ കോഴ്സിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ലാസ്റ്റ് ഇയറിൻ്റെ കട്ട് ഓഫ് കറക്റ്റ് വെച്ചിട്ട്, കാരണം MBBS BDS മാത്രമല്ല വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ അലോട്ട്മെൻറ്റ് ഏകദേശം MBBS BDSൻ്റെ കേരളത്തിലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ആ ഒരു ടൈം ആവത്തി ഇതിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതിന് ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഇത് നോക്കുക. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇയറിൻ്റെ കട്ട് ഓഫ് നിങ്ങൾക്ക് ഏത് കോളേജിൽ കിട്ടും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നോക്കുന്നത് BSc അഗ്രികൾച്ചർ വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ റാങ്ക് വരുന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഈ ഇയർ കിട്ടാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ് റാങ്കിൽ കയറുന്നില്ല, പ്ലസ് ഓർ മൈനസ് ആവുക 25നെ കമ്പയർ ചെയ്യുമ്പോൾ. എന്നാൽ ഈ ഒരു റാങ്കിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു കോഴ്സസിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ അഗ്രികൾച്ചറിന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയറിയാം 4 ഗവൺമെൻറ് കോളേജസ് ആണ്. കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയാനി തിരുവനന്തപുരം, കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ വെള്ളാനിക്കര, കോളേജ് ഓഫ് അഗ്രികൾച്ചർ പഠനക്കാട് കാസർഗോഡ്, കോളേജ് ഓഫ് അഗ്രികൾച്ചർ അമ്പലവയൽ. ഇത്രയും കോളേജസ് ആണ്. അതിൽ സ്റ്റേറ്റ് മെറിറ്റിൽ നോക്കുകയാണെങ്കിൽ തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ ആണ് ഈ പറയുന്നത്. SMൻ്റെ അണ്ടറിൽ 8444, EZൽ 9166, MUൽ 10236, BHൽ 10924, LAൽ 15242, DVയിൽ 12267, VKൽ 10,050, BXൽ 12,820, KNൽ 15,971, KUൽ 40,540, SCൽ 20,317, STൽ 24,241, EWൽ 11,509. ഇതിങ്ങനെ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. വീഡിയോ എക്സ്റ്റെൻഡ് ആവുള്ളൂ. അപ്പോൾ ഏകദേശം ഓരോ കാറ്റഗറിയിൽ എത്ര വരെ ഏറ്റവും കൂടി പോയ റാങ്ക് ചെയ്താൽ നോക്കാം. അപ്പോൾ ഇത്രയും 4 കോളേജിൽ നിങ്ങൾ നോക്കിയാൽ SMൽ ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത് ഈ കോളേജിലാണ്. 8,956. കോളേജ് ഓഫ് അഗ്രികൾച്ചർ പഠനക്കാടാണ് ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത്. EZൻ്റെ അണ്ടറിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് അവിടെ തന്നെയാണ്, 11,330. അതും കോളേജ് ഓഫ് അഗ്രികൾച്ചർ പഠനക്കാടാണ്. ഇനി MUൻ്റെ അണ്ടറിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് അവിടെ തന്നെയാണ്, 11,686. അടുത്ത BHൻ്റെ അണ്ടറിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് ഇവിടെയാണ്. എൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 17,035 അത് കോളേജ് വരുന്നത് പഠനക്കാട് അഗ്രികൾച്ചർ കോളേജിലാണ്. DVയുടെ അണ്ടറിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് അവിടെ തന്നെയാണ്, 16,477 പഠനക്കാട് കോളേജിലാണ്. വീക്കെൻഡ് അണ്ടറിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 10,695 അത് അമ്പലവയൽ കോളേജിലാണ്. BXൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 13,954 അത് പഠനക്കാട് കോളേജാണ്. KNൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് പഠനക്കാട് കോളേജിലാണ്, അത് 24,354. ഇനി KUൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 40,540 ഇതുവരെ ലാസ്റ്റിൽ കയറാത്തൊരു കോളേജാണ്, അത് കോളേജ് ഓഫ് അഗ്രികൾച്ചർ ട്രിവാൻഡ്രത്താണ്. ഇനി SCയിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 21,069 അതും കയറിയിരിക്കുന്നത് അമ്പലവയൽ കോളേജിലാണ്. ഇനി STയുടെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 32,081 അതും കയറിയിരിക്കുന്നത് അമ്പലവയൽ കോളേജിലാണ്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ EWൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 15,074 അത് പഠനക്കാട് കോളേജാണ്. അപ്പോൾ ഇങ്ങനെ വരച്ച വീഡിയോ എക്സ്റ്റെൻഡ് ആയി പോകും ഓരോത്. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങളുടെ റാങ്ക് അതിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ, ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BHൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 12,303. അപ്പോൾ ഒരു 11,000 അല്ലെങ്കിൽ 10,000 കുട്ടിക്ക് ഉറപ്പിക്കുന്നത് BHൻ്റെ അണ്ടറിൽ ഏതെങ്കിലും ഒരു കോളേജിൽ 4 കോളേജിൽ എവിടെയെങ്കിലും കിട്ടുന്നൊരു സേഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യണക്കാട്ടി നല്ലത്, വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്ത് പോണക്കാട്ടി നല്ലത് അതാ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ വേറെ കുറേ ആൾക്കാരുടെ ഡൗട്ടാണ് അതർ കാറ്റഗറീസ്. അപ്പോൾ അതർ കാറ്റഗറീസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുക, കാരണം വേറെ പുറത്തുള്ളവർ നോക്കുന്നുണ്ട്. പലപ്പോൾ എന്താ പറയുക, എക്സ് റിസർവേഷൻ ഉള്ളവരുണ്ട്, അങ്ങനെ കുറേ റിസർവേഷൻസ് ഉള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഡൗട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ ഞാൻ വല്ലാണ്ട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ CAൻ്റെ അണ്ടറിൽ നോക്കുകയാണെങ്കിൽ 42,627 വരെ പോയിട്ടുണ്ട്. DGയിൽ 46,287, DNൽ 37,154, HRൽ 45,820, LGയിൽ 35,596, PDയിൽ 45,417, PIയിൽ 20, VAയിൽ 28,291. ഇനി അടുത്ത പോലെ വെള്ളാനിക്കര നോക്കുമ്പോൾ CAയിൽ 27,383, CEയിൽ 27,389, DGയിൽ 34,366, DNൽ
39,604, എൽ ജിയിൽ 33,943, പി ഡിയിൽ 46,765, പി ടിയിൽ 7, വി എയിൽ 26,070. ഓക്കെ, ഈ ഭാഗം ഇല്ലാത്തവർക്ക് ഈ ഭാഗം സ്കിപ്പ് ചെയ്യട്ടെ. അതർ കാറ്റഗറീസ് ഉള്ളവർക്ക് വീഡിയോ എക്സ്റ്റെൻഡ് ചെയ്ത് കണ്ട നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. അടുത്ത സി എ നോക്കുമ്പോൾ 45,138, ഡി ജിയിൽ 45,182, ഡി എന്നിൽ 39,871, എൽ ജിയിൽ 45,697, പി ടിയിൽ 10, എസ് ടി 13,186, വി എയിൽ 30,581. അടുത്ത ഡി എന്നിൽ നോക്കുകയാണെങ്കിൽ 43,280, എൽ ജി 46,000, പി ഡി 36,033, എക്സ് എസിൽ 10,378. ഇപ്പോൾ എക്സ് സർവീസ്മാൻ്റെ ഒക്കെ 2-3 കമൻറ്റ്സ് വന്നിരുന്നു. അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഗ്രികൾച്ചറിലുണ്ട് ലാസ്റ്റ് ഇപ്പോൾ ഏകദേശം നമ്മുടെ അമ്പലവയൽ കോളേജിൽ എക്സ് എസിൽ 10,378 വരെ കയറിയിരിക്കണം. അപ്പോൾ കറക്റ്റ് ഇയർ അതുപോലെ എന്നല്ല, എന്നാലും നിങ്ങൾക്ക് അതുവരെ ഏകദേശം 9,000 ഒക്കെ ഇല്ല ആൾക്കാർക്ക് ഇയർ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. പി ഡി ഫിസിക്കൽ ഡിസബിലിറ്റിക്കാർക്കും ഏകദേശം ഏറ്റവും കൂടുതൽ കയറിക്കണം. ഫിസിക്കൽ ഡിസബിലിറ്റി 46,000 സംതിങ് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് കയറിയിട്ടുള്ളത്. അത് 46,765 ഏറ്റവും കൂടുതൽ കയറിയിട്ടുള്ളത് വെള്ളാനിക്കര കോളേജിലാണ് ഫിസിക്കൽ ഡിസബിലിറ്റി. ഓക്കെ, അപ്പോൾ ബാക്കി ഓരോ കാറ്റഗറീസ് നിങ്ങൾ ഇതിലുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് നോക്കുക. അപ്പോൾ അഗ്രികൾച്ചർ ഏകദേശം മനസ്സിലായി വിചാരിക്കണം. ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ നമ്മൾ BSc ഫിഷറീസാണ് നോക്കുന്നത്. അപ്പോൾ ഫിഷറീസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം, ഫിഷറീസിൽ 2 ഗവൺമെൻറ് കോളേജ്. ഇത് ഏറെ എല്ലാവരും ഇപ്പോൾ ഇതിൽ ചോദിക്കും അഗ്രികൾച്ചറിന് എന്താ പറയുക സ്ട്രേ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൂടെ, സ്പോർട്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. സ്പോർട്ടിന് സ്ട്രേ ഒക്കെ ഞാൻ വല്ലാണ്ടത് പറയാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം സ്ട്രേ ഒക്കെ ഒരു ആകെ ഇപ്പോൾ ഫിഷറീസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആകെ 2 കോളേജസാണ്. ആ കോളേജസിൽ ആ സീറ്റ് ബാക്കിയായാൽ മാത്രമേ സ്ട്രേയിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഈ 2 കോളേജസിന് ഇത്രയും ഉണ്ട് ലിമിറ്റ്. ഓക്കെ, അപ്പോൾ പിന്നെയും നിങ്ങൾ ഈ ലാസ്റ്റ് ഇയറിൻ്റെ 3rd phase അലോട്ട്മെൻറ്റ് എടുത്തൊക്കെ വരുന്ന റാങ്ക് ആണെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്ട്രേ വരെ വെയിറ്റ് ചെയ്യുക. പക്ഷേ ഭയങ്കര ഡിസ്റ്റൻസ് ഇല്ല, ഒരു സ്ട്രേ വരെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ 2 കോളേജാണ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പാലങ്ങാട് ആൻഡ് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പയ്യന്നൂർ. അപ്പോൾ നോക്കുകയാണെങ്കിൽ SMൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 14,168, അത് 2ാമത്തെ കോളേജിലാണ്. EZൽ നോക്കുകയാണെങ്കിൽ 17,485, MUൽ നോക്കുകയാണെങ്കിൽ 16,202, BHൽ നോക്കുകയാണെങ്കിൽ 18,182, LL നോക്കുകയാണെങ്കിൽ 19,507, DV 21,917, VK 16,849. ഇവിടെ ഫില്ലായിരിക്കണം, അതുകൊണ്ടാണ്. BXൽ 17,413, ഇവിടെ രണ്ടിടത്തും ഇല്ല. SCയിൽ നോക്കുമ്പോൾ 23,205, ST നോക്കുമ്പോൾ 33,504 ആൻഡ് EW നോക്കുമ്പോൾ 23,381. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏകദേശം 23,000 ഒക്കെ റാങ്ക് വരുന്ന EWൻ്റെ അണ്ടറിൽ അല്ലെങ്കിൽ SCയുടെ അണ്ടറിലൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് ഗവൺമെൻറ് സീറ്റാണ് അവർ ആഗ്രഹിക്കണമെങ്കിൽ ഫിഷറീസ് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, പക്ഷേ നിങ്ങൾ ഏത് കോഴ്സ് എടുക്കുമ്പോൾ ആ കോഴ്സിൻ്റെ ബാക്കി ഓപ്ഷൻസ്, കോഴ്സിന് വേണ്ട ഫ്യൂച്ചറായിട്ടുള്ള സ്കോപ്പ്, കോളേജ് എങ്ങനെയാണ്, കോഴ്സിൻ്റെ ഡ്യൂറേഷൻ, കാര്യങ്ങളൊക്കെ കറക്റ്റ് അന്വേഷിച്ചിട്ട് തരിക. ഞാൻ ഏകദേശം ഏകദേശം നിങ്ങൾ 10,000+ വരുന്നവർക്ക് ഗവൺമെൻറ് കോളേജാണ് നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമെങ്കിൽ ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫിഷറീസ് ഇത്രയാണ്. ഫിഷറീസിൻ്റെ അതർ കാറ്റഗറീസ് നോക്കുമ്പോൾ CFൽ ഏകദേശം 39,691, PTയിൽ 29, XSൽ 13,182, CFൽ 41,956. അത് 2ാമത്തെ കോളേജ്. അപ്പോൾ എക്സ് സർവീസ് മാനോട് വീണ്ടും പറയാനുള്ളത്, ഇത് ചോദിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു കാറ്റഗറിനെ സ്പെഷ്യലായിട്ട് പറയുന്നത്. 13,182 വരെ ഫിഷറീസിൽ കയറിയിട്ടുണ്ട്. ഏത് കോളേജിൽ? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ്. ഇത് 3rd phase അലോട്ട്മെൻറ്റ്. ഇതേപോലെ തന്നെ അടുത്ത വരണമെന്നില്ല. ഞാൻ വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളിതിനെ ഡിപ്പെൻഡ് ചെയ്തിരുന്നിട്ട് ലാസ്റ്റ് ഏകദേശം ഇപ്പോൾ 13,182, അപ്പോൾ 13,300 ഇല്ലാളൊക്കെ ഇതിന് വെയിറ്റ് ചെയ്തിരുന്നിട്ട് കറക്റ്റ് ഇയർ കിട്ടുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു ബാക്കപ്പ് ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത വെറ്റിനറിയാണ് നോക്കുന്നത്. എല്ലാവരും കോമൺ ആയിട്ട് നോക്കുന്ന ഒരു കോഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. വെറ്റിനറിൻ്റെ ഓൾ ഇന്ത്യ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VCAൻ്റെ ഫുൾ ഡീറ്റെയിൽസിൻ്റെ വീഡിയോ. ഈ VCA ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കേരളത്തിലത്തെ വെറ്റിനറി കോളേജസിൽ നോക്കാം, അല്ലെങ്കിൽ അലൈഡ് ത്രൂ കേരളത്തിലത്തെ വെറ്റിനറി കോളേജിൽ നോക്കാം. അപ്പോൾ VCAൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇട്ടുണ്ട്. VCA ആകുമ്പോൾ നിങ്ങളുടെ ഓൾ ഇന്ത്യത്തെ വെറ്റിനറി കോളേജും പെടും. ഓൾ ഇന്ത്യ പറയുമ്പോൾ നമ്മൾ കേരളം പെട്ടല്ലോ, അപ്പോൾ കേരളത്തിലെ വെറ്റിനറി കോളേജസ്. ഇനി നിങ്ങൾ കേരളം മാത്രമാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ ഈ അലൈഡ് ഹെൽത്ത് ഏകദേശം നമ്മൾ MBBS BDSൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റോട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വെറ്റിനറി നോക്കുന്ന ഒരാളാണെങ്കിൽ ഇതിൽ നോക്കാം. അപ്പോൾ 2 കോളേജസാണ് വെറ്റിനറിക്ക് വേണത്. അതിൽ നോക്കുമ്പോൾ കോളേജ് ഓഫ് വെറ്റിനറി മണ്ണുത്തിയിലൊരു കോളേജും വയനാടിലൊരു കോളേജും. അതിൽ SMൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 4,308, EZൽ നോക്കുമ്പോൾ 5,149, MUൽ നോക്കുമ്പോൾ 5,305, BHൽ നോക്കുമ്പോൾ 7,764, LAയിൽ നോക്കുമ്പോൾ 7,803, DVയിൽ നോക്കുമ്പോൾ 15,448, VKയിൽ 5,761, BXൽ 6,444, KNൽ 16,818, KUൽ 27,474, ST നോക്കുമ്പോൾ 18,635, ST 30,266, EW 5,830. അപ്പോൾ ഇതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് എന്ന് വെച്ചാൽ കൂടുതൽ റാങ്ക് കയറിയാണ് തൃശ്ശൂരിനെക്കാട്ടി നമ്മുടെ വയനാട്ടിലെ കോളേജാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ട് ഏകദേശം
എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ MUൻ്റെ അണ്ടറിലൊക്കെ 3000 ഒക്കെ ഇല്ലവർക്ക് വെറ്റിനറി നോക്കാം. ഒരു 3000+ ഒക്കെ വരുന്നവരുണ്ട്. അവർക്ക് എന്തായാലും ഇപ്പോൾ MUൻ്റെ അണ്ടറിൽ MBBS ചാൻസ് കുറവാണ്. ഗവൺമെൻറ് സീറ്റ് സെൽഫ് ഫിനാൻസ് ഓക്കെയാണ്. പക്ഷേ അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് സീറ്റാണ് അവരുടെ ആഗ്രഹമെങ്കിൽ അവർക്ക് ഏത് നോക്കാം, MUൻ്റെ അണ്ടറിൽ വെറ്റിനറി നോക്കാം, ഫിഷറീസ് നോക്കാം, അഗ്രികൾച്ചർ നോക്കാം, അങ്ങനെ പല കോഴ്സസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാണെങ്കിൽ അതർ കാറ്റഗറീസ് നോക്കുമ്പോൾ തൃശ്ശൂരത്തെ കോളേജാണ്. CAയിൽ 6876, DPയിൽ 21482, LKയിൽ 10557, LSൽ 1, LVയിൽ 40484, PD-യിൽ 46548, PT-യിൽ 9, XSൽ 4109. അടുത്ത വയനാട് കോളേജിൽ നോക്കുമ്പോൾ CAയിൽ 10516, DPയിൽ 28707, LK 12448, LSൽ 3, PD-യിൽ 46220, STയിൽ 9720. ഇപ്പോൾ PD ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം വെറ്റിനറിക്ക് ഫിസിക്കൽ ഡിസബിലിറ്റിക്കാർക്ക് 46000 വരെ കേരള റാങ്കിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റിക്കാർക്ക് ഗവൺമെൻറ് സീറ്റാണ് അവർ ഉദ്ദേശിക്കണമെങ്കിൽ അവർക്ക് ഏറ്റവും പറ്റിയൊരു ചാൻസാണ് ഇത് വെറ്റിനറി. ഓക്കെ, വെറ്റിനറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ആയുർവേദമാണ്. ആയുർവേദം നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവേണ്ടത് ഏകദേശം ഇത്ര 1, 2, 3, 4, 5 ഗവൺമെൻറ് കോളേജസാണ്. ഓൾറെഡി നമ്മൾ ആയുർവേദൻ്റെ അഗ്രികൾച്ചറിൻ്റെ വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടവർ ഇത് വീണ്ടും കാണണ്ട. അപ്പോൾ അതിൻ്റെ ഏകദേശം ലാസ്റ്റ് ഓരോ കാറ്റഗറീസിൻ്റെ ലാസ്റ്റ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ SM-ൻ്റെ അണ്ടറിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 13281 അത് തൃപ്പൂണിത്തറ കോളേജിലാണ്. EZ-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 13673 അത് പരിയാരം കോളേജിലാണ്. MUൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 13182 അത് ഉള്ളൂർ കോളേജിലാണ്. BH-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 14551 അത് ഉള്ളൊരു കോളേജാണ്. LA-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 20000 അത് കോട്ടക്കലാണ് വരുന്നത്. ഇപ്പോൾ കോട്ടക്കലൊക്കെ അത്യാവശ്യം നല്ല എന്നുവെച്ചാൽ ഈ ഭാഗത്ത് നമ്മുടെ മലപ്പുറം വലിയവർക്ക് അത്യാവശ്യം എളുപ്പമുള്ളൊരു സ്ഥലമാണ് കോട്ടക്കൽ. അപ്പോൾ ഏകദേശം നിങ്ങൾ LA-ൻ്റെ അണ്ടറിൽ 20000-ൻ്റെ ഉള്ളിൽ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗവൺമെൻറ് കോളേജസൊക്കെ നോക്കണമെങ്കിൽ ആയുർവേദ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ആയുർവേദം നിങ്ങൾക്ക് നോക്കാം. അടുത്ത DV നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 20692 അത് ഉള്ളൂരാണ്. BK-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 14768 അതും കോട്ടക്കലാണ്. അടുത്ത BX-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 16900 അത് പരിയാരമാണ്. അടുത്ത KN-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 29217 അത് ട്രിവാൻഡ്രം ഗവൺമെൻറ് കോളേജാണ് ആയുർവേദയുടെ. അടുത്ത KU-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 34160 അതും പരിയാരത്താണ്. SC-യുടെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നതും പരിയാരം തന്നെയാണ്, 22295. ST-യുടെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് പരിയാരം തന്നെയാണ്, 36710. EW-ൻ്റെ അണ്ടറിലും ഏറ്റവും കൂടുതലും കയറിക്കുന്നത് ഐ തിങ്ക് പരിയാരം തന്നെയാണ്, 21520. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാനാണ്. കാരണം ഇത്രയും റാങ്കിൻ്റെ ഫുള്ളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോണക്കാട്ടി നല്ലത് ഏറ്റവും കൂടുതൽ കയറിയത് ഈ കാറ്റഗറിൻ്റെ അണ്ടറിൽ ഈ റാങ്ക് അറിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കാരണം നിങ്ങൾക്ക് അവിടെ കിട്ടില്ല. ഇനി അതർ കാറ്റഗറീസാണ് നമ്മൾ നോക്കുന്നത്. അതർ കാറ്റഗറീസ് നോക്കുമ്പോൾ PIയിൽ 19, MG 11599, MG 14065. അടുത്ത PT-യിൽ 13, PT 13, SD 21937, XSൽ 10050. അപ്പോൾ XSൽ ഇവിടെ 10550 വരെ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ആയുർവേദ. ഇനി ആയുർവേദ ഗവൺമെൻറ് കഴിഞ്ഞ് നമുക്ക് സെൽഫ് ഫിനാൻസ് നോക്കാം. അപ്പോൾ സെൽഫ് ഫിനാൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഈ റാങ്ക് ഇതിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം, ഉണ്ടെങ്കിൽ നിങ്ങളിത് നോക്കാം. ഓക്കെ, അടുത്ത് നോക്കുകയാണെങ്കിൽ SM-ൻ്റെ അണ്ടറിൽ ഇത്രയും സെൽഫ് ഫിനാൻസിങ് കോളേജസ് ആട്ടോ, ഇത്രയും സെൽഫ് ഫിനാൻസിങ് കോളേജസ് ഉണ്ട്. അപ്പോൾ SM-ൻ്റെ അണ്ടറിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് ഏത് കോളേജിലാണെന്ന് വെച്ചാൽ 44935 അത് ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് പാലക്കാട്. അപ്പോൾ SM-ൻ്റെ അണ്ടറിൽ നിങ്ങളുടെ ഇത് സെൽഫ് ഫിനാൻസ് കോളേജാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ MBBS BDS അത്രയൊന്നും ഫീ വന്നില്ലെങ്കിൽ എന്നാലും അതിൻ്റെ ഒക്കെ അടുത്തേക്ക് വരുന്ന ഒരു ഫീലാണ്. ഏകദേശം BDS-ൻ്റെയും ആയുർവേദർക്ക് ഫീ ഏകദേശം സെയിം ആവും. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ നിങ്ങളൊരു 44,000 വരെ റാങ്കിൽ SM-ൽ ജനറലായാലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെൽഫ് ഫിനാൻസ് ആയുർവേദത്തിനോട് ഇഷ്ടമുണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസിൻ്റെ ഫീ നിങ്ങൾക്ക് ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് എവിടെ നോക്കാം, ശാന്തിഗിരി ആയുർവേദ മെഡിക്കൽ കോളേജ് പാലക്കാട് നോക്കാം. EZ-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 44201 അത് KMCT കോളേജാണ് കോഴിക്കോടുള്ളത്. MU-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 44846 അതും KMCT കോളേജിലാണ്. BH-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 43995 അത് നങ്ങേലിൽ ആയുർവേദ മെഡിക്കൽ കോളേജ് കോതമംഗലാണ്. അടുത്ത LA-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 43566 അത് നങ്ങേലിൽ ആയുർവേദ മെഡിക്കൽ കോളേജാണ്. അത് DV-യുടെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിക്കുന്നത് 43693 അത് ഷൊർണൂർ കോളേജാണ്, വിഷ്ണു ആയുർവേദ കോളേജ്. അടുത്ത VK-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 42904 അതും ഷൊർണൂർ ആയുർവേദ കോളേജാണ്. അടുത്ത BX-ൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 44312 അതും വിഷ്ണു ആയുർവേദ കോളേജ് ഷൊർണൂരാണ്. അടുത്ത KN-ൻ്റെ അണ്ടറിലും കയറിയിരിക്കുന്നത് 43875 അതും ഷൊർണൂർ കോളേജാണ്. അടുത്ത SC-യുടെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 44064
അത് ആയുർവേദ മെഡിക്കൽ കോളേജ് നങ്ങേലിയിലാണ്, കോതമംഗലത്തുള്ളത്. അത് STയുടെ അണ്ടറിൽ 44,396, അതും കോതമംഗലം കോളേജിൽ തന്നെയാണ്. അടുത്ത EWയിൽ 40,290, അത് കാട്ടാക്കട പങ്കജ കസ്തൂരി ആയുർവേദ കോളേജിലാണ്. അപ്പോൾ ഇതൊരു ഐഡിയ കിട്ടാൻ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് അഫോർഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആയുർവേദത്തിനോട് ഇഷ്ടമുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഏകദേശം 44,000 ഒക്കെ റാങ്ക് വരുന്ന ജനറലാർക്ക് എന്ത് ചെയ്യുക, ജനറലാർക്ക് വരെ ചാൻസ് ഉണ്ട് 44,000 വരെ. അപ്പോൾ നിങ്ങൾക്ക് അറിയുക കമ്പാരിറ്റീവ്ലി 44,000 വരെ എന്നൊരു കോഴ്സും പോയില്ല. ഇത് സെൽഫ് ഫിനാൻസ് ആയതുകൊണ്ടാണ്. പക്ഷേ ഗവൺമെൻറ് ഏകദേശം എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 11,000 ആ ഒരു ഇതിലൊക്കെ ആകുമ്പോഴത്തേക്കും ഗവൺമെൻറ്റിൻ്റെ എൻഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി അവിടുത്തെ നമ്മളെ നോർമൽ വേറെ എന്ന് വെച്ചാൽ ഈ AM കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇത്രയും AM കാണാം. AM പുറത്തില്ലവർക്ക്, ഇപ്പോൾ എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പുറത്ത് താമസിക്കുന്നവർക്ക് കേരളത്തിൽ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ അവർക്കില്ല റാങ്ക് ലിസ്റ്റിൻ്റെ ലാസ്റ്റ് AM കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് നോൺ ഡൊമിസൈൽ ആയിട്ടുള്ള കേരളീസിന്, കേരളത്തിൽ ഇല്ലാത്ത പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് ഈ AM എന്ന് ഡിനോട്ട് ചെയ്യണത്. അപ്പോൾ AMൽ നോക്കുമ്പോൾ പാലക്കാട് കോളേജിൽ AMൻ്റെ അണ്ടറിൽ, പാലക്കാടല്ല, അഹല്യ കോളേജ് പാലക്കാടിൽ AMൻ്റെ അണ്ടറിൽ കയറിയിരിക്കുന്നത് 21,971, MGയിൽ 35,250. അടുത്ത പാലക്കാട് വീണ്ടും കോളേജിൽ AMൽ 27,382, MGയിൽ 37,413. അടുത്ത KMCTയിൽ AMൽ 23,862, MG 35,557. അടുത്ത പണ്ടാളം കോളേജ് അവിടെ കയറിയിരിക്കുന്നത് AMൽ 29,996, MGയിൽ 41,463. അടുത്ത നങ്ങേലി കോളേജിൽ AMൽ 22,585, MGയിൽ 41,937. അടുത്ത പങ്കജ കസ്തൂരി കോളേജ് കാട്ടാക്കടയിൽ AMൽ 17,731, MGയിൽ 37,519. അടുത്ത PNM ഷൊർണൂർ നോക്കുമ്പോൾ AMൽ 23,853, MGയിൽ 44,358. അടുത്ത പണിക്കർ സൗഹൃദ ആയുർവേദ മെഡിക്കൽ കോളേജ് കാങ്ങാട് നോക്കുമ്പോൾ AMൽ 34,264. അടുത്ത കണ്ണൂർ ആയുർവേദ കോളേജ് നോക്കുമ്പോൾ AMൽ 26,605, MGയിൽ 38,287. അടുത്ത ശാന്തിഗിരി കോളേജ് പാലക്കാട് നോക്കുമ്പോൾ AMൽ 30,495, MGയിൽ 44,904. അടുത്ത ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലം നോക്കുമ്പോൾ AMൽ 27,618. അടുത്ത വിഷ്ണു ആയുർവേദ കോളേജ് ഷൊർണൂർ നോക്കുമ്പോൾ അവിടെ AMൽ 29,927, MGയിൽ 39,459. അത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടാനാണ് MGയിൽ എത്ര കയറിയിരിക്കണം, AMൽ എത്ര കയറിയിരിക്കണം. ഇപ്പോൾ AM ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം നിങ്ങൾക്കൊരു 30,000 ഒക്കെ ലാസ്റ്റ് എവിടെ കയറിയിട്ടുണ്ട്, ശാന്തിഗിരി കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ AMൻ്റെ അണ്ടറിൽ 20,000 പ്ലസ് ഒക്കെ റാങ്ക് വരുന്ന ആൾക്കാർക്ക് എന്തുണ്ട്, സെൽഫ് ഫിനാൻസ് ആയുർവേദക്ക് ചാൻസ് കാണുന്നുണ്ട്. ഇത് BHMS ആണ്. BHMSന് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം, BHMSന് ഏകദേശം 5 ഗവൺമെൻറ് കോളേജസ് ആണ്. അതിൽ ഡോക്ടർ പടിയാർ മെമ്മോറിയൽ എറണാകുളം, കോഴിക്കോട്, കോട്ടയം, നെമോമ്, പിന്നെ ട്രിവാൻഡ്രം. ഇത്രയും 5 കോളേജസ് ആണ് എന്തിന് ഹോമിയോക്ക് വരുന്നത് ഗവൺമെൻറ്റിൽ. അപ്പോൾ SMൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 14,314, അത് നെമോം കോളേജിലാണ്. EZൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 17,981, അതും ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പത്തിക് മെഡിക്കൽ കോളേജിലാണ്. അടുത്ത MUൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 15,707, അത് കയറിയിരിക്കുന്നത് കോട്ടയത്ത് ഹോമിയോപ്പതി കോളേജിലാണ്. അടുത്ത BHൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 18,517, അതും ഹോമിയോപ്പതി കോളേജ് കോട്ടയാണ്. LAൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 22,770, അത് നെമോമിത്ത കോളേജിലാണ്. DVൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 29,753, അതും നെമോമിത്ത കോളേജിലാണ്. BKൻ്റെ അണ്ടറിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 18,611, അത് കോട്ടയം കോളേജിലാണ്. BXൻ്റെ അണ്ടറിൽ 17,210, അത് കോഴിക്കോട് കോളേജിൽ. KNL 34,750, അതും കോഴിക്കോട് കോളേജിൽ. KUൽ 42,815, അത് ട്രിവാൻഡ്രം കോളേജിൽ. SCയിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 27,456, അത് എറണാകുളം. STയിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 40,133, അത് നെമോമിൽ തന്നെയാണ്. EWയിൽ ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് 22,954, അത് നെമോമിത്ത കോളേജാണ്. ഇനി അതർ കാറ്റഗറീസിൽ നോക്കുമ്പോൾ നമുക്ക് MG നോക്കുകയാണെങ്കിൽ 15,780 അവിടെ വരുന്ന എറണാകുളം. PM 41,922. കോഴിക്കോട് NHൽ 25,731, PT 18. കോട്ടയത്ത് MG 17,395. അടുത്തത് നെമോമിൽ MG 18,351. അടുത്ത ട്രിവാൻഡ്രം PT 21, ST 43,601, XSൽ 15,151. അപ്പോൾ ഹോമിയൊക്കെ നിങ്ങൾ എക്സ് സർവീസ്മാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു 15,000 ഉള്ളിലൊക്കെ വരുന്നവർക്ക് അവിടെ ചാൻസ് കാണുന്നുണ്ട്. ഇത് ഫസ്റ്റോ സെക്കൻഡിൻ്റെ അല്ല, ഞാൻ വീണ്ടും പറയുന്നത് തേർഡ് ഫീസ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ ആണ് 2025. ഓക്കെ, അടുത്ത ബയോടെക്നോളജിയാണ് നമ്മൾ നോക്കുന്നത്. ബയോടെക്നോളജിക്ക് നോക്കുമ്പോൾ ആകെ ഒരു കോളേജാണ് ഗവൺമെൻറ് വരുന്നത്. ഗവൺമെൻറ് നോക്കുമ്പോൾ SMൽ ഗവൺമെൻറ് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളയാണ്, ട്രിവാൻഡ്രാണ്. ബയോടെക്നോളജി ആ കോളേജിൽ തന്നെയാണ് ബയോടെക്നോളജി BTech വരുന്നത്. SMൽ 10,635, EZ 11,590, ME 11,409, BH 12,442, LA 14,665,
DV 15,133, VK 10,826, BX 14,136, SC 22,234, ST 32,561 ആൻഡ് EW 17,448. അപ്പോൾ ബയോടെക്നോളജിക്ക് ഒരു കോളേജേ ഉള്ളൂ, അതിൽ ഇത്രയാണ്. ഇപ്പോൾ ME അണ്ടറിലൊക്കെ നോക്കണം 11,000 സംതിങ് കയറിയിട്ടുണ്ട്, LA അണ്ടറിൽ 14,000. അപ്പോൾ നിങ്ങൾക്ക് ഒരു കേരള റാങ്ക് 13,000 ഒക്കെ വരുന്ന ഒരു LA ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ലാസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് അല്ല തേർഡ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ബയോടെക്നോളജി എവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്, ട്രിവാൻഡ്രത്തിലെ കോളേജിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, അതൊരു കോളേജേ ഉള്ളൂ, കോളേജ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ്, തൃശ്ശൂരിലെ കോളേജാണ്. അപ്പോൾ എനിക്ക് ഈ കോഴ്സസ് കണ്ടെച്ചാൽ കോഴ്സസ് നമ്മുടെ കേരളത്തിൻ്റെ അണ്ടറിൽ വരുന്ന കോഴ്സസ് ആയതുകൊണ്ട് നല്ല കോഴ്സാവും. ബാക്കി ഇതിൻ്റെ സ്കോപ്പ്, എത്ര ഡ്യൂറേഷൻ, കാര്യങ്ങളൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കോഴ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് എന്ന് വെച്ചാൽ അലൈറ്റ് കോഴ്സിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ കോഴ്സുകൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതും ഗവൺമെൻറ് തന്നെയാണ്. SM അണ്ടറിൽ 14,988, EZ 17,062, MU 17,060, BH 18,169, LA 20,721, DV 23,434, VK 15,110, SC 23,981, ST 34,398, EW 23,468. ഇനി അടുത്ത് ഫോറസ്ട്രി ഇന്നിപ്പോൾ ഒരാൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു, അപ്പോൾ അയാളൊക്കെ ഈ വീഡിയോ കാണണമെങ്കിൽ കറക്റ്റ് നോക്കുക. കോളേജ് ഓഫ് ഫോറസ്ട്രി, വെള്ളാനിക്കര, തൃശ്ശൂരിലെ കോളേജാണ് ഫോറസ്ട്രി. അപ്പോൾ എനിക്ക് ഈ കോഴ്സുകളൊക്കെ പറയാൻ വെച്ചപ്പോൾ ആയുർവേദ, ഹോമിയോസ് ഇതൊക്കെ നിങ്ങൾ പിന്നെയും കേട്ടിട്ടുണ്ടാവും, ബാക്കി കോഴ്സസൊന്നും അധികം കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ കോഴ്സസിനെ പറ്റി അധികം അന്വേഷിച്ച് ബാക്കി സ്കോപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചോയ്സിൽ കൊടുക്കുക. പിന്നെന്താ വെച്ചാൽ നിങ്ങളുടെ റാങ്കിന് ഇപ്പോൾ ഈ 17,000 ഒക്കെ വരുന്ന ഒരു കുട്ടിക്ക് 14,000 ഒക്കെ SM ജനറൽ വരുന്ന ഒരു കുട്ടിക്ക് എന്ത് നോക്കാം, അവർക്ക് ആ കുട്ടിക്ക് ഗവൺമെൻറ് കോളേജിനോട് താല്പര്യമെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് എൻവയോൺമെൻറ്റൽ സയൻസ് നോക്കാം. അങ്ങനത്തെ ഓരോ ഓപ്ഷൻസ് ഉണ്ട്. അടുത്ത ഫോറസ്ട്രി നോക്കുമ്പോൾ SM 12,382, EZ 13,852, MU 13,112, BH 12,395, LA 15,809, DV 22,396, VK 14,440, SC 22,236, ST 32,288, EW 20,575. ഇവിടെ അതർ കാറ്റഗറി നോക്കുമ്പോൾ LG 46,121, PD 45,924 ആൻഡ് PI 22. അപ്പോൾ ഇത്രയാണ് ഈ 3 കോളേജ്. അതിനൊക്കെ ഒരു കോളേജ് വരുന്നുള്ളൂ, ഗവൺമെൻറ് കോളേജ്, ബയോടെക്നോളജിക്കും ക്ലൈമറ്റ് ചേഞ്ചിനും ഫോറസ്ട്രിക്കും. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് BSMS ആണ്. അത് BSMS നോക്കുമ്പോൾ ഒരു കോളേജാണ്, ശാന്തിഗിരി സിദ്ധ കോളേജ്. അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ഞാൻ ഇടാം. തേർഡ് ആകുമ്പോഴത്തെ അവിടെ ഫില്ല് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എടുക്കണം. അതർ കാറ്റഗറീസിൽ മാത്രമേ ഇവിടെ ഡീറ്റെയിൽസ് കാണിക്കുന്നുള്ളൂ. അത് AM 42,397 കാരണം BSMSന് ആകെ വരുന്നത് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജാണ്, ഗവൺമെൻറ് കോളേജല്ല, സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. അടുത്ത BUMS നോക്കുകയാണെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജാണ്, യുനാനിക്കും വരുന്നത്, മർക്കസ് യുനാനി കോളേജ് കോഴിക്കോട്. അവിടെ SM 44,295, അതർ കാറ്റഗറിയിൽ 42,274. അപ്പോൾ ഇത്രയാണ് കയറിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കണം. ഈ BSMSും BUMSന് ഓരോന്നിനും ഓരോ കോളേജസേ ഉള്ളൂ. ഓരോ കോളേജസ് ആണ് സെൽഫ് ഫിനാൻസ് കോളേജസ് ആണ്, ഗവൺമെൻറ് കോളേജസ് അല്ല. ഓക്കെ, അപ്പോൾ BUMSൽ ഏകദേശം സ്റ്റേറ്റ് മെറിറ്റിൽ 44,200, ഏകദേശം നിങ്ങൾക്കൊരു 40,000 ഒക്കെ സ്റ്റേറ്റ് മെറിറ്റിൽ ജനറലായിട്ട് റാങ്ക് വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫിനാൻഷ്യൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ BUMSനോട് താല്പര്യം ഉണ്ടെങ്കിൽ സെൽഫ് ഫിനാൻസ് നോക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി വിചാരിക്കണം. അപ്പോൾ ഇത്രയും കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. NEET 2026ൻ്റെ MCC, CA, ബാക്കി എല്ലാ കൗൺസിലിംഗ്, VCA എല്ലാ കൗൺസിലിംഗിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക്